പൂജവെപ്പിൻ്റെ ദിവസം എത്തിയിട്ടുണ്ട് അങ്ങനെ. ഇനി പൂജവെപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പഠിക്കാനായിട്ടൊരു ആവേശം മൂത്ത് നിൽക്കുമായിരിക്കും. എനിക്ക് ഏതായാലും നല്ലതുപോലെ ഇപ്പോൾ തോന്നുന്നുണ്ട് എടുത്ത് ബുക്കൊക്കെ വെച്ചിരുന്ന് പഠിച്ചാലോ എന്നൊക്കെ. എല്ലാവരും ഇപ്പം അത്യാവശ്യം ഈ ഒരു സമയപ്പോഴേക്കും എല്ലാവരും പൂജ വെച്ച് കാണും. എനിക്ക് എല്ലാ പ്രാവശ്യവും ഏറ്റവും കൂടുതൽ പഠിക്കാൻ തോന്നുന്നത് ഈ ഒരു സമയത്തായിരിക്കും. ബുക്ക് എടുത്ത് വെച്ച് ചുമ്മാ വായിക്കാനോ അല്ലെങ്കിൽ ബുക്ക് കാണുമ്പോൾ തന്നെ എന്തൊരു കൊതി പോലെയൊക്കെയാണ്. എന്ത് എടുത്തൊന്ന് നോക്കിയാലോ ഇത് വായിച്ചാലോ എന്നൊക്കെ ഭയങ്കര ഒരു ഇതാണ്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ബുക്ക് അവിടെ വെച്ചെങ്കിൽ പോകാനേ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ എന്താ ആദ്യമേ വിചാരിച്ചത് ബുക്ക് വായിക്കാന്നാണ്. സ്റ്റോറീസ് വല്ലതും വായിക്കാൻ, നോവൽസ് വല്ലതും ഇരുന്ന് വായിക്കാന്നാണ്. പിന്നെ ആലോചിച്ചത് ഇത് വായിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ ഓർത്തു സിനിമ വല്ലതും ഇരുന്ന് കാണാമെന്ന്. അപ്പം ഞാൻ കുറച്ച് എനിക്ക് കാണാൻ ഇഷ്ടമുള്ള, ഞാൻ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന കുറച്ച് സീരീസും സിനിമകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സീരീസ് ഞാൻ കണ്ട് തീർത്തു. അതിങ്ങനെ എക്സൈറ്റ്മെന്റ് മൂത്തിരുന്ന് എനിക്ക് ഭയങ്കര ഒരു ത്വര വന്നിട്ടിരുന്ന് കണ്ടാണ് ആലിസ് ഇൻ ബോർഡർലാൻഡ് സീസൺ 3. അത് ഞാൻ 2 ദിവസം എടുത്തിട്ടാണ് തീർത്തത്. കാരണം പഠിക്കാനുണ്ട്, പഠിച്ച് തീർത്തേ പറ്റുള്ളല്ലോ. അങ്ങനെ 2 ദിവസം എടുത്ത് തീർത്താണ്. അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഒറ്റ സിറ്റിങ്ങിൽ തന്നെ ആ സീരീസ് ഞാൻ തീർക്കേണ്ടതായിരുന്നു. അപ്പോൾ ഏതായാലും ആ ഒരു സീരീസ് കണ്ടു തീർത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ഡൗൺ ചെയ്യാം കേട്ടോ. ആ സീരീസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പം ഞാനിവിടെ എക്കണോമിക്സിൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എക്കണോമിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മൈക്രോ എക്കണോമിക്സിൻ്റെ ആട്ടോ ഇത്. മൈക്രോ എക്കണോമിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ. മൈക്രോ എക്കണോമിക്സിൽ ഞങ്ങൾക്ക് 3 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു പൂജ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു ചാപ്റ്റർ തീർത്തേ പറ്റുള്ളൂ. അങ്ങനെ മലയാളത്തിലെ ലെക്ചർ കാണാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഏറ്റവും ബുദ്ധിമുട്ടാണ് ഈ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം ഞാനത് എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കേൾക്കുന്നതിനുള്ള നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഇതെടുത്ത് കേട്ടത്. അല്ലെങ്കിൽ ഞാൻ വേറെ വല്ലതും നോക്കിയേനെ, നെക്സ്റ്റ് ഓപ്പോസിറ്റ് എടുത്തേനെ. പക്ഷെ മലയാളം ഈ ടീച്ചർ അടിപൊളിയാണ്. എനിക്ക് ഫസ്റ്റ് ടൈമാണ് പുള്ളിക്കാരുടെ ക്ലാസ് ഞാൻ കേൾക്കുന്നത്. നല്ല കിടിലനായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ടായിരുന്നു. എനിക്ക് എല്ലാം പെട്ടെന്ന് കിട്ടുന്നത് ഇത്രേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഈ മൈക്രോ എക്കണോമിക്സ് ഭയങ്കര പാടാണെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ പുള്ളിക്കാരി ഭയങ്കര സിമ്പിൾ ലാംഗ്വേജിൽ എല്ലാവർക്കും മനസ്സിലാവും. ഭയങ്കര ബേസിക് ലെവലിൽ നിന്നിട്ടാണ് നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. ഭയങ്കര നമുക്ക് ഒരു കൊച്ചു കുട്ടികളെ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെയൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്. ഭയങ്കര കുഞ്ഞു പിള്ളേരെ പഠിപ്പിച്ചു തരുന്ന പോലെ. അതായത് നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഈ ക്ലാസ് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഫീൽ ചെയ്തു. കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് അടിച്ചിട്ട് ഒന്നും കൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ പറ്റാത്തത് മാഡത്തെ തെറ്റുകൊണ്ടല്ല, എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ്. ഞാൻ എങ്ങോട്ടെങ്കിലുമൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നിട്ട് ആ ലെക്ചറിൻ്റെ കാര്യം കേൾക്കത്തില്ല. അപ്പം ഞാൻ വീണ്ടും ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി ഇരുന്ന് കാണും. അപ്പോൾ എന്തായാലും സൈലത്തിൻ്റെ ക്ലാസ്സാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങളിതുവരെ മൈക്രോ എക്കണോമിക്സിനോ വല്ലതും ടീച്ചേഴ്സിനോ വല്ലതും നോക്കുന്നുണ്ടെങ്കിൽ സൈലം നല്ലൊരു ചോയ്സാണ്. ഇത് +2 ക്ലാസ്സാണ് ഞങ്ങൾ കേൾക്കുന്നത്. കാരണം സ്റ്റേറ്റുകാർക്കാണ് ഈ മൈക്രോ എക്കണോമിക്സും +2 വരുന്നത്. ഞങ്ങൾക്കിത് +1 മൈക്രോ എക്കണോമിക്സ് വരുന്നത്. ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ഉണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ +2 ക്ലാസ്സാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. എക്കണോമിക്സിന് മാത്രമേ ഈ ഒരു ചേഞ്ച് ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ മിഠായും കാര്യങ്ങളൊക്കെ എൻ്റെ ആൻറ്റി കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അത് തീർന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ചുമ്മാ ഒരു നോർമൽ ഡേ പോലെ ഇങ്ങോട്ട് പോയി. കേക്ക് മുറിച്ചു, അല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ബർത്ത്ഡേയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. എനിക്ക് ലോങ് വീഡിയോ എടുക്കാനായിട്ടൊരു മൂഡും ഉണ്ടായിരുന്നില്ല. നമ്മൾ പഠിക്കുന്നതൊക്കെ നമുക്ക് അങ്ങനെ എടുത്ത് പോകാൻ കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യമാണല്ലോ. പഠിക്കുന്നതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ക്യാമറ ഓണൊക്കെ വെച്ചാൽ മതി, കുഴപ്പമില്ല. അല്ലാത്ത വീഡിയോ എടുക്കലിൻ്റെ ആ ഒരു ഇതൊന്നും എനിക്ക് വന്നിട്ടില്ല ഇതുവരെയായിട്ടും. ഇത്ര നാളായിട്ട് ഞാൻ വീഡിയോ ഇടുന്നതാണ്. പക്ഷേ എനിക്കിതുവരെ അല്ലാത്ത നോർമൽ വീഡിയോസ് എടുക്കുന്ന ആ ഒരു ഉണ്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ പ്രോപ്പറായിട്ട് എനിക്ക് എടുക്കാൻ അല്ലെങ്കിൽ ഇത് എടുക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്കൊന്നും പോയിട്ടില്ല. പഠിക്കുന്ന സമയത്ത് ഓണാക്കി വെക്കുന്നു, പിന്നെ പഠിത്തം കഴിയുമ്പോൾ അത് ഓഫ് ചെയ്യുന്നു. അത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണല്ലോ. പക്ഷേ അല്ലാത്ത വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കണം. അതിൻ്റെ ആ ഒരു ഇതൊന്നും എനിക്ക് വന്നിട്ടില്ല ഇതുവരെയായിട്ടും. ഇത് ചെയ്ത് ശീലിച്ചുകൊണ്ട് തന്നെ എളുപ്പപ്പണിയാണ് ഇത്. അപ്പോൾ ഇത് ചെയ്ത് ശീലിച്ചുകൊണ്ട് തന്നെ അതിലേക്ക് പോകാനായിട്ട് എനിക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളെല്ലാം ചെയ്യണമല്ലോ. ഏതായാലും ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാൻ എന്തായാലും കൊണ്ടുവരാൻ ശ്രമിക്കാം. എന്നെക്കൊണ്ട് ഇപ്പം ഇതൊക്കെയാണ് പറ്റുന്നത്. എന്തായാലും നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ വീഡിയോസ് എന്തായാലും എന്തെങ്കിലും ഉണ്ടാവും. എഡിറ്റ് ചെയ്യലൊരു പണി മാത്രമേ ഉള്ളൂ. പിന്നെ എക്കണോമിക്സിലെ കുറച്ച് തിയറി പോർഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രാഫൊക്കെ വരച്ചിട്ടുള്ള കാര്യങ്ങൾ, ഗ്രാഫല്ല ഡയഗ്രാംസ് ഒക്കെ വരച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ ഭയങ്കര ഈസി ആണെന്ന് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഫസ്റ്റ് ചാപ്റ്ററും കൂടെ എനിക്ക് എന്തായാലും ഈ ഒരു ലെക്ചർ കാണണം. കാരണം ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ഹിന്ദിയിൽ പഠിച്ചപ്പോൾ സമയത്ത് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയതാണ്. അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഈ മാഡം പറഞ്ഞത് ഈ ചാപ്റ്ററാണ് സത്യം പറയാൻ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. ഈ ചാപ്റ്റർ എനിക്ക് എത്രത്തോളം ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. ഭയങ്കര എളുപ്പമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ വിചാരിച്ചു ഇത് ഇത്രയൊക്കെ ഉള്ള മൈക്രോ എക്കണോമിക്സ് എന്ന് എനിക്ക് തോന്നിപ്പോയി. അത്ര എളുപ്പം രീതിയിലാണ് മാഡം പഠിപ്പിച്ച് തന്നിരിക്കുന്നത്. അപ്പം
ഞാൻ എന്താ സൈലം ഇതെടുത്തത് തന്നെ എനിക്ക് ഭയങ്കര എന്താ ഒരു ഇതായിട്ട് തോന്നി, നല്ല കാര്യമായിട്ട് ഫീൽ ചെയ്തു, ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ ഫസ്റ്റ് വൺ ഷോട്ട് വേണമെന്ന് വിചാരിച്ചു, പിന്നെ മാഡം ആ വൺ ഷോട്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് 2 പാർട്ടായിട്ട് വേറെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് അത് ചെയ്തിട്ട് ഇതിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ശരി, ഇനി പാർട്ട് 1 പാർട്ട് 2 എന്ന് 2 വീഡിയോ ഉണ്ട് ഇതിന് മുമ്പത്തെ വൺ ഷോട്ടിന് മുമ്പത്തെ. അപ്പം അത് കണ്ടിട്ട് ഈ വൺ ഷോട്ട് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് അത് കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ കോൺസെപ്റ്റ് ക്ലിയർ ആയി എൻ്റെ. ഇനി ഫസ്റ്റ് ചാപ്റ്ററും കൂടെ എനിക്ക് കാണണമെന്നുണ്ട്. അപ്പം എനിക്ക് നന്നായിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും, കാരണം എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒന്നിന്റെ കണ്ടിന്യൂഷൻ ആണ് മറ്റത്, അങ്ങനെയാണ് പോകുന്നത്. നമുക്ക് ഒന്നാതെ പുതിയൊരു സംഭവമാണല്ലോ ഇങ്ങനത്തെ ഈ എക്കണോമിക്സും കാര്യങ്ങളൊക്കെ. 10ലും 9ലും നമ്മൾ പഠിച്ച എക്കണോമിക്സ് അല്ല +1 വരുന്നതെന്ന് ശരിക്കും മനസ്സിലാവുന്നുണ്ട് എനിക്കിപ്പോൾ. 10ലെയും +1ലെയും ഒക്കെ 10ലെയും 9ലെയും എക്കണോമിക്സ് ഞാൻ പഠിച്ചിട്ട് പോലും ഇല്ല. എനിക്ക് 10ലെ എക്കണോമിക്സ് എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു 2-3 പേജ് തന്നെ, ഒരു 12 പേജ് ഉണ്ടാവും. എനിക്ക് ആ ചാപ്റ്റേഴ്സ് എല്ലാം കൂടെ ഒരു 12 പേജിൽ നിന്ന് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. ആ നോട്ട് നോക്കി പഠിച്ചു, അത് തന്നെ വരികയും ചെയ്തു, അത് എഴുതുകയും ചെയ്തു. എനിക്ക് എന്തായാലും ഉറപ്പുണ്ട് എനിക്ക് സോഷ്യൽ സയൻസിന് എക്കണോമിക്സിൽ ഫുള്ളായിരുന്നു എന്ന്. എക്കണോമിക്സ് അത്രത്തോളം എളുപ്പമായിരുന്നു. പക്ഷേ +1 അങ്ങനെ ഒട്ടുമല്ല. നമ്മൾ നല്ലതുപോലെ കഷ്ടപ്പെട്ടാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. നല്ലപോലെ എഫേർട്ട് എക്കണോമിക്സ് 2 സബ്ജക്റ്റിനും കൊടുക്കണം, മൈക്രോ എക്കണോമിക്സിനും സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് എക്കണോമിക്സിനും ഒക്കെ കൊടുക്കണം, എന്നാലേ നമുക്ക് വലിയ മാർക്ക് കിട്ടുള്ളൂ. പിന്നെ എനിക്കിപ്പോൾ ഞാൻ കുറച്ച് ഡിലേ ആക്കി വെച്ചേക്കുന്നത് ബിസിനസ്സും അക്കൗണ്ടൻസിയാണ്. കാരണം അതെനിക്ക് പഠിക്കാൻ സമയമുണ്ട്. എനിക്ക് ബിസിനസ്സിന് 4 ദിവസം സ്റ്റഡി ലീവ് ഉണ്ട്. അക്കൗണ്ടൻസി എൻ്റെ ഫസ്റ്റ് എക്സാം ആണ്. അപ്പോൾ എക്സാം തുടങ്ങുന്നതിന് 3 ദിവസം മുമ്പത്തെ 3 ദിവസം ഞാൻ എക്സാം തുടങ്ങുന്നതിന് 3 ദിവസത്തെ ആ ഒരു ഇത് വെച്ചേക്കുന്നത് അക്കൗണ്ടൻസി മാത്രം പഠിക്കാനാണ്. അപ്പോൾ അത് എനിക്ക് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വെച്ചേക്കുകയാണ്. അക്കൗണ്ടൻസിയും ബിസിനസ്സും ഓക്കെയാണ്, അതുപോലെ തന്നെ ഇംഗ്ലീഷും. IPയും എക്കണോമിക്സും ആണ് എനിക്ക് ഈ ദിവസങ്ങൾക്ക് മുമ്പ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതെനിക്ക് ഞാൻ ഏകദേശം അതിൽ വിജയിച്ചിരിക്കുന്നു എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഏകദേശം ഓക്കെയാണ് എനിക്ക്. ഒന്ന് ചെറിയൊരു ഇത് കൊടുത്താൽ മാത്രം മതി, വലിയ കുഴപ്പമില്ല. ഇനി എക്സാമിന് എന്താകും എന്നെനിക്കറിയില്ല.